നടനും എംഎൽഎയുമായ മുകേഷ് അടക്കം 7 പേർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികളിൽ നിന്ന് പിന്മാറുന്നതായി ആലുവയിലെ നടി. തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് വ്യാജമാണെന്നും സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചതിനാലാണ് കേസുകളിൽ നിന്ന് പിന്മാറുന്നതെന്നും നടി. തന്നെ കൊടുക്കാനാണ് വ്യാജ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഇത് കള്ളക്കേസാണെന്നുമാണ് ആലുവയിലെ നടിയുടെ പ്രതികരണം. ഈ കള്ള പോക്സോ കേസ് ഉടനെ തന്നെ ഇത് തറവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇതേ ആത്മഹത്യയുടെ വരെ വക്കത്തെത്തിച്ചിരിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ. ഞാൻ ചെയ്യാത്ത കുറ്റം മനസ്സാവാതെ അറിയത്തില്ലാത്തൊരു കാര്യം. ഈ പെൺകുട്ടി ദൈവഭയമില്ലാതെ, ഒരു ക്രിസ്ത്യാനി പെണ്ണ്, ദൈവഭയമില്ലാത്ത 10 കൽപ്പനയിൽ കള്ളം പറയരുത്, കള്ളസാക്ഷി പറയരുത്, അതുപോലും അറിയത്തില്ലാത്ത ആ കുട്ടിയാണ്. അതും എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ സ്വന്തം മകള് പറഞ്ഞേക്കുന്നത്. സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചതിനാലാണ് എംഎൽഎ മുകേഷ് അടക്കം 7 പേർക്കെതിരായ പീഡന പരാതിയിൽ നിന്നും പിന്മാറുന്നതെന്നും നടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഞാനും ഒരു സ്ത്രീയാണ്, എനിക്കും ഉണ്ട് 2 പെൺകുട്ടികൾ, എനിക്കും പച്ച ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തിൽ കുത്തിയാലും ചുമന്ന രക്തമാണ് വരുന്നത്, മനസ്സിലായോ? ഒരു സത്യം തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇതുപോലെ കള്ളക്കേസ് ആരാണ് ആ കുട്ടിയെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിച്ചത്? അതെന്താണ് ഗവൺമെൻറ് കണ്ടുപിടിക്കാത്തത്? ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ആളാണ്. എന്നിട്ട് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല? ഈ നിമിഷം വരെ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കൂട്ടിക്കൊടുപ്പാൻ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ്? അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആരും ബോധവാനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസുമായിട്ട് ഞാൻ ആർക്കൊക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ഇനി ഒന്നിനുമില്ല. ഞാൻ ഇനി ഗവൺമെന്റിന്റെ കൂടെയില്ല, കേരളത്തിന്റെ കൂടെയില്ല. ന്യൂസ് ബ്യൂറോ, ആലുവ. ട്രാൻസ്പെറന്റ്, ലൈറ്റ് വെയിറ്റ്, ന്യൂ ഡിസൈൻ, ട്രഡീഷണൽ ഡിസൈൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ എവിടെയാ സ്ഥലം? വാലറ്റ് ജുവലേഴ്സ്. നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ കിട്ടും. വാലറ്റ് ജുവലേഴ്സ്. ഇനി സ്വർണം വാങ്ങാം ആലുവയിൽ തന്നെ.